ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഏത് പാടപ്പം നമ്മൾ പഠിക്കണത്? തച്ചനും മകനും അല്ലേ? ആ പാഠം നമ്മുടെ അടുത്ത് കഴിഞ്ഞു. അതിലത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കുറച്ച് വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് ഞാനൊന്ന് വിശദീകരിച്ച് നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു തരാം. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? പെരുന്തച്ചൻ്റെ പാവയുടെ പ്രത്യേകത എന്ത്? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പാലത്തിൽ ആരെങ്കിലും കയറിയാൽ പെരുന്തച്ചൻ്റെ നിർമ്മിച്ച പാവ വായിൽ വെള്ളം നിറച്ച് മുകളിലേക്ക് ഉയർന്നു വരും അല്ലേ? പെരുന്തച്ചൻ്റെ പാവയുടെ പ്രത്യേകത എന്താ? പെരുന്തച്ചൻ ഉണ്ടാക്കിയ പാവ ആരെങ്കിലും ആൾക്കാർ കയറിയാൽ മെല്ലെ ആ പാവ വായിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ഉയർന്നു വരും. എന്നിട്ട് പാലത്തിൻ്റെ നടുക്കെത്തുമ്പോൾ ആ പാവ എന്ത് ചെയ്യും? വായിൽ വെള്ളം നിറച്ചത് ആ യാത്രക്കാരന് നേരെ തുപ്പും. ഇതാണ് പെരുന്തച്ചൻ നിർമ്മിച്ച പാവയുടെ പ്രത്യേകത. പെരുന്തച്ചൻ്റെ മകൻ മറ്റൊരു പാവ ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? അച്ഛനുണ്ടാക്കിയ കൗതുക പാവ ഉയർന്നു വരുന്നത് ഇഷ്ടമായെങ്കിലും മനുഷ്യരുടെ മുഖത്തേക്ക് തുപ്പുന്നത് മകന് ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് പെരുന്തച്ചൻ്റെ മകൻ മറ്റൊരു പാവ ഉണ്ടാക്കിയത്. അച്ഛനുണ്ടാക്കിയ കൗതുക പാവ മകന് ഇഷ്ടമായെന്ന് വെച്ചാലും ആൾക്കാരുടെ മുഖത്തേക്ക് ആ പാവ തുപ്പുന്നത് മകന് തീരെ ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് മകൻ വേറൊരു പാവേനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഇനി നോക്കിക്കോളൂ, മകൻ്റെ പാവയുടെ സവിശേഷത എന്ത്? അച്ഛൻ്റെ പാവയുടെ സവിശേഷത പ്രത്യേകത നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ മകനുണ്ടാക്കിയ പാവയുടെ പ്രത്യേകത എന്താ? അച്ഛൻ്റെ പാവ വായിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടി മുങ്ങുമ്പോൾ മകൻ്റെ പാവ മെല്ലെ ഉയർന്നു തുടങ്ങും. അച്ഛൻ്റെ പാവയ്ക്ക് മുമ്പേ മകൻ്റെ പാവ അവിടേക്ക് എത്തും, മുകളിലെത്തും. അച്ഛൻ്റെ പാവ തുപ്പാൻ ഒരുങ്ങും മുമ്പേ മകൻ്റെ പാവ ആ പാവയുടെ കവിളിൽ ആഞ്ഞടിക്കും. അതാണ് ഒക്കെ. മകൻ്റെ പാവ കുറച്ച് സ്പീഡിലാണ് എല്ലാ കാര്യങ്ങളും. അച്ഛൻ്റെ പാവ താഴത്തേക്ക് പോകുമ്പോഴേക്കും മകൻ്റെ പാവ എന്ത് ചെയ്യും? വേഗത്തിൽ ഉയർന്നു പോകും. എന്നിട്ട് അച്ഛൻ്റെ പാവ അവിടെ എത്തണേക്കാട്ടിൽ മുമ്പ് അവിടെ എത്തിയിട്ട് എന്താ ചെയ്യുക? അച്ഛൻ്റെ പാവ തുപ്പാൻ ഒരുങ്ങുമ്പോഴേക്കും കവളത്ത് ആ പാവ ആഞ്ഞടിക്കും അല്ലേ? അപ്പോൾ ആ തുപ്പുന്ന വെള്ളം എന്താവും? എവിടേക്കാണ് പോവുക? തുപ്പുന്നത് വെള്ളത്തിലേക്കാവും. ഇതാണ് ആ പാവയുടെ സവിശേഷത. ഇനി പെരുന്തച്ചൻ്റെ പാവ മകനിൽ സന്തോഷവും സങ്കടവും ഉളവാക്കി. കാരണം എന്ത്? പെരുന്തച്ചൻ്റെ പാവ, അച്ഛനുണ്ടാക്കിയ പാവ കാണുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷെ അത് സങ്കടം ഉണ്ടാക്കി മകനിൽ മനസ്സിൽ. എന്താ കാരണം? അച്ഛനുണ്ടാക്കിയ കൗതുക പാവ മകനിൽ സന്തോഷമുണ്ടാക്കി, എന്നാൽ അത് മനുഷ്യരുടെ മുഖത്തേക്ക് തുപ്പിയത് മകനിൽ സങ്കടമുളവാക്കി. ശരിയല്ലേ? ഒരാളുടെ മുഖത്തേക്ക് തുപ്പുക എന്ന് പറഞ്ഞാൽ കാര്യം രസമാണ്, കൗതുകം കണ്ട് കാണാൻ വെച്ചാലും മുഖത്തേക്ക് തുപ്പുന്നത് അത് നല്ല പ്രവൃത്തിയല്ലല്ലോ. അതുകൊണ്ട് മകൻ അച്ഛനുണ്ടാക്കി ആ പാവയുടെ മുഖത്തേക്ക്, മറ്റുള്ളവരുടെ മുഖത്തേക്ക് തുപ്പുന്നത് മകന് ഇഷ്ടമായില്ല. അത് മകന് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. പെരുന്തച്ചൻ ഉള്ളിൽ ചിരിച്ചത് എന്തുകൊണ്ട്? തന്നേക്കാൾ സമർത്ഥനായ മകൻ്റെ നൈപുണ്യം കണ്ട് പെരുന്തച്ചൻ ഉള്ളിൽ ചിരിച്ചു. പെരുന്തച്ചൻ എന്നേക്കാൾ എൻ്റെ മകൻ വലിയ സമർത്ഥനാണ്, വേറൊരു പാവ ഉണ്ടാക്കിയത് കണ്ടുല്ലോ. അപ്പോൾ പെരുന്തച്ചൻ എന്നേക്കാളും നല്ല കഴിവുള്ളവനാണ് എൻ്റെ മകൻ എന്ന് ആലോചിച്ചിട്ടാണ് പെരുന്തച്ചൻ്റെ ഉള്ളിൽ സന്തോഷം വന്നത്, ഉള്ളിൽ ചിരിച്ചത് പെരുന്തച്ചൻ. ഇനി നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറയാം. ആർട്ട് ഇൻ്റഗ്രേഷനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. ആർട്ട് ഇൻ്റഗ്രേഷനെ കുറിച്ച് നിങ്ങളുടെ 4th സ്റ്റാൻഡേർഡുകാർക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട് മലയാളത്തിൽ. എന്താണെന്നറിയോ? ഹിമാചൽ പ്രദേശിലെ കാലാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പെഴുതുക. ഇത്രയേ ഉള്ളൂ. എന്താണ് ഹിമാചൽ പ്രദേശിലെ കാലാവസ്ഥയെക്കുറിച്ചിട്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് അതിനെക്കുറിച്ചൊരു കുറിപ്പെഴുതുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് സെഷനിൽ മാമിനോട് ചോദിച്ചോളൂ. മാം പറഞ്ഞുതരാം. എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് മാം പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.